ഹായ്, എൻ്റെ പേര് രൂപേഷ്. കുറച്ച് പേരെങ്കിലും എൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ വലിയൊരു യൂട്യൂബ് ഫാമിലിയൊന്നുമല്ല, കൂടുതലും ഷോർട്സാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഫാമിലി വ്ളോഗ്സ്, കുക്കിംഗ് വീഡിയോസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എനിക്കൊരു 35+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ബാൽഡിങ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന ഒരു സങ്കടമുണ്ട്. 10 years എടുത്തു ഗ്രാജുവലി ഇതിങ്ങനെ എന്താ പറയുക കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയത്. ഒരു പേഴ്സണൽ എന്താ പറയുക ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട്. കാരണം മുടി എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യം. ചൂസ് ചെയ്തൊരു കാര്യമാണ് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ്. കാരണം മിനോക്സിൽ ഞാനൊരു എനിക്ക് തോന്നുന്നു 5+ years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മിനോക്സിൽ യൂസ് ചെയ്തു. പിന്നെ PRP, GFC അങ്ങനെയുള്ള കുറേ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നപ്പോഴും, പിന്നെ അതുപോലെ തന്നെ കഷണ്ടി ആയതിനു ശേഷമുള്ള 2 ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തത് ലാ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ക്ലിനിക്കിലാണ് ചെയ്തത്. ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. ഞാൻ തുടങ്ങിയത് ഞാൻ കോളേജിൽ ലാസ്റ്റ് ഇയർ എപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. എനിക്ക് ആക്ച്വലി ക്രൗൺ ഏരിയയിലാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ കാണാൻ, ഇത് ഞാൻ ഓൾറെഡി ട്രാൻസ്പ്ലാന്റ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോജനിക് അലോപേഷ്യ ആണ്. ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. കാരണം എൻ്റെ അച്ഛനും അപ്പൂപ്പനും എൻ്റെ ചേട്ടന് ഒക്കെ ബാൽഡിങ് ക്രൗൺ ഏരിയയിൽ മുടി പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സംഭവമാണ് മെയിൻ പാറ്റേൺ ബാൽഡ്നെസ്. അല്ലാതെ നോർമൽ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് ഉണ്ടാകുന്ന ഒരു ഹെയർ ഫോൾ അല്ലായിരുന്നു. എനിക്ക് ഇത് ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു. ക്രൗൺ ഏരിയയിൽ പോയി, പിന്നെ നമ്മുടെ ഇവിടെ മുകളിൽ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കയറി വരുന്ന ഒരു കണ്ടീഷൻ. ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഞാൻ ആക്ച്വലി ഒരു ഡോക്ടറിനെ കണ്ടായിരുന്നു. മിനോക്സിഡിൽ ഒരു 5% പ്ലസ് 1% ഫിനാസ്ട്രൈഡിൻ്റെ ഒരു മിനോക്സിഡിൽ ബോട്ടിലുണ്ട്. ഞാനത് കുറേ നാൾ കണ്ടിന്യൂസ് ഉപയോഗിച്ചു. മിനോക്സിഡിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതറിയായിരിക്കും. മിനോക്സിഡിൽ യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മിനോക്സിഡിൽ യൂസ് ചെയ്തിട്ട് നിൽക്കുന്ന ആ ടൈം പീരീഡിൽ യു വിൽ ഹാവ് ദ ഹെയർ. പക്ഷേ വൺസ് യു സ്റ്റോപ്പ് മിനോക്സിഡിൽ, ആ മിനോക്സിഡിൽ കാരണം നമുക്ക് റീറ്റെയിൻ ചെയ്യപ്പെട്ട മുടി അല്ലെങ്കിൽ മിനോക്സിഡിൽ കാരണം വന്ന മുടിയല്ല ആക്ച്വലി കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബ്രേക്ക് വന്നു, അപ്പം മുടി കൊഴിഞ്ഞു പോകും, പിന്നെയും യൂസേജ് സ്റ്റാർട്ട് ചെയ്യും. മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നത് ഈസ് നോട്ട് എ പെർമനൻറ്റ് സൊല്യൂഷൻ. പിന്നെ PRP ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, GFC ട്രീറ്റ്മെൻറ്റ്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നവർക്കെല്ലാം അറിയാൻ പറ്റുമായിരിക്കും എന്താണ് ഇത് എന്നുള്ളത്. PRP എന്താണ്, GFC എന്താണ്. സോ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ഒന്ന് പുറകെ പോകാനുള്ള ടൈം കിട്ടിയില്ല. ആക്ച്വലി സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് രജിസ്റ്റേർഡ് ആയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴും എല്ലാം. സോ അങ്ങനെയാണ് ഞാൻ 2025 ദിസ് ഇയർ പ്രിപ്പയർഡ് മൈസെൽഫ് ടു ഡു. കുറേ വീഡിയോസ് കണ്ടു, കുറേ യൂട്യൂബ് സെർച്ച് ചെയ്തു, കുറേ സെലിബ്രിറ്റീസ് ചെയ്തിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നത് ലാ ഡെൻസിറ്റി ക്ലിനിക്. ആൻഡ് ഇറ്റ് വാസ് എ റാൻഡം സെലക്ഷൻ. എനിക്ക് അവിടെ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഒന്നും എനിക്ക് ആയാലൊക്കെ ഉള്ളൊരു റീച്ച് ഔട്ട് ചെയ്തതും അവർ ഫോളോ അപ്പ് ചെയ്തതൊക്കെ വെച്ചിട്ടാണ് ഞാൻ തീരുമാനിച്ചു. നോക്കി ഞാൻ ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം, കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു സൊല്യൂഷൻ ഈസ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. ആസ് യു നോ, ലൈക്ക് സ്റ്റേജ് 4 ആണ്. ഇനി നമുക്ക് PRP ചെയ്തുകൊണ്ടോ GFC ചെയ്തുകൊണ്ടോ നമ്മൾ ഉള്ള മുടി റീറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനുപരി യു കനോട്ട് ഡു, നമുക്ക് റീഗ്രോ ചെയ്യുക എന്നുള്ളൊരു സംഭവം ഇല്ല. ഇനി നമുക്ക് 10 days റെസ്റ്റ് പറയുന്നുണ്ട്. ഒരു 1 monthലേക്കുള്ള വർക്കൗട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യണം. പിന്നെ ഓഫീസിൽ പോകുന്ന കാര്യങ്ങളായാലും ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളായാലും പൊടിയടിക്കരുത്, വെയിലടിക്കരുത്, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ആക്ച്വലി ഇസ് എ ബാഡ്. ഫസ്റ്റ് ഐ വിൽ ഡിസ്കസ് വിത്ത് മൈ ഫാമിലി, മൈ വൈഫ്, പിന്നെ എൻ്റെ പാരൻസ്. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം എനിക്ക് എൻ്റെ മാനേജറിനോട് സംസാരിച്ചു. അപ്രൂവ്ഡ് വർക്ക് ഫ്രം 2 weeks വർക്ക് ഫ്രം ഹോം. ഞാൻ ജൂലൈയിൽ തന്നെ പുള്ളിക്കാരിയോട് പറഞ്ഞു വെച്ചിരുന്നു എനിക്കിങ്ങനെയാണ്, ഞാൻ പ്ലാനിങ് ടു ഡു ഇറ്റ് ഓൺ അറൗണ്ട് ഒക്ടോബർ. ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്തിട്ടു ഒക്ടോബറിലത്തേക്ക് അറൗണ്ട് ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് വീക്ക് ഞാൻ ബുക്ക് ചെയ്തു. അവിടെ ബുക്ക് ചെയ്തു. എനിക്കൊരു ആനുവൽ 10% ഓഫർ ഉണ്ടായി. 3500 grafts ഫ്രം ദ ഡോണർ ഏരിയ. അപ്പം ഇതാണ് ഡോണർ ഏരിയ. ദിസ് ഈസ് ദ ഡോണർ ഏരിയ. അപ്പം ഈ ഡോണർ ഏരിയയിൽ നിന്ന് 3500 ആൻഡ് പ്ലസ് കിട്ടിയാൽ നമുക്ക് നല്ലതായി. 2 രീതിയുണ്ട് നോർമലായിട്ട്, അതായത് പണ്ട് തൊട്ടേ നോർമലായിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. പിന്നെ റിയൽ ടൈം FUE എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്പ്ലാന്റും ഉണ്ട്. ഇഫ് ഐ ആം നോട്ട് റോങ്. റിയൽ ടൈമിന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് ഡോണർ ഏരിയയിൽ നിന്ന് നമ്മുടെ ഗ്രാഫ്റ്റ് എടുത്തിട്ട് ആ സെയിം ടൈം തന്നെ നമുക്കിവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് റിയൽ ടൈം. നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ്റ്റ് എടുക്കുന്നു, അവർ സലൈൻ സൊല്യൂഷനിൽ കീപ്പ് ചെയ്യുന്നു, അതിൽ നിന്ന് ഗ്രാഫ്റ്റ്സ് എടുത്തിട്ട് നമ്മുടെ ഇവിടെ സ്ലിറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നതായിട്ടാണ്. സഫയർ ബ്ലൈഡും കൂടി അവർ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കായത് 25 rupees പെർ ഗ്രാഫ്റ്റ് ആണ്. ആൻഡ് എൻ്റെ അടുത്ത് 3500 ഗ്രാഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലസ് വന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 3300 ഗ്രാഫ്റ്റ്സ് ആണ് ഇംപ്ലാന്റ് ചെയ്തത്.